ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ടി മധുസൂദനൻ MLA-ക്കെതിരെ രൂക്ഷ വിമർശനവുമായി നേതൃത്വത്തെ അണികൾ തിരുത്തണമെന്ന വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം. പാർട്ടി ഏരിയ കമ്മിറ്റി എന്ന അധ്യായത്തിലാണ് വിമർശനം. താനാണ് പയ്യന്നൂരിലെ നേതൃത്വമെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ മധുസൂദൻ ശ്രമിച്ചു. ടി മധുസൂദൻ ബൂർഷ്വാ രാഷ്ട്രീയ നേതാവെന്നാണ് വിമർശനം. പയ്യന്നൂരിലെ പാർട്ടിയെ കൈപ്പിടിയിലൊതുക്കാൻ നോക്കിയെന്നും തനിക്ക് മേലെ ആരും വളരരുത് എന്നതായിരുന്നു ചിന്തയെന്നും പുസ്തകത്തിൽ വിമർശിക്കുന്നു. എല്ലായ്പ്പോഴും നേതൃത്വം മധുസൂദനെ രക്ഷിച്ചുവെന്നും പുസ്തകത്തിലുണ്ട്. പുസ്തകത്തിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. അഭിജിത്ത് മുഴക്കുന്ന പുസ്തകത്തിന്റെ പൂർണ്ണരൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് പബ്ലിഷ് ചെയ്യുന്നതുകൊണ്ട് അത് അദ്ദേഹത്തിന്റെ അവകാശമാണ്. നമ്മളതിൻ്റെ മറ്റു കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നില്ലെങ്കിലും അതിൽ വാർത്താ പ്രാധാന്യമുള്ള ചില ഭാഗങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്. ഇതിൽ മധുസൂദന് വ്യക്തിപരമായി തന്നെ അദ്ദേഹം നേരിടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മധുസൂദന്റെ പേരെടുത്തു പറഞ്ഞു തന്നെ പാർട്ടി എങ്ങനെയാണ് മധുസൂദനെ സംരക്ഷിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് കുഞ്ഞികൃഷ്ണൻ ഇതിനകത്ത് പറയാൻ ശ്രമിക്കുന്നത് എന്നാണ്. വളരെ രൂക്ഷമായ വിമർശനമാണോ മധുസൂദൻ MLA-ക്കെതിരെ പുസ്തകത്തിലുള്ളത്? അരുൺ, ഗുഡ് മോർണിംഗ്. 50 വർഷക്കാലം CPM-നോടൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ, ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചിരുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ പുസ്തകമായതിനാൽ തന്നെയാണ് നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകത്തിന് ഇത്രയേറെ പ്രാധാന്യം വരുന്നത്. നേരത്തെ ഈ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന കാര്യങ്ങളെക്കുറിച്ചും കുഞ്ഞികൃഷ്ണൻ പുറത്ത് മാധ്യമങ്ങൾക്ക് മുൻപാകെ പറഞ്ഞിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് അരുൺകുമാർ അതിരൂക്ഷമായ വിമർശനം ടി മധുസൂദനെതിരെ ഈ പുസ്തകത്തിൽ പറയുന്നത്. ഈ പുസ്തകത്തിൽ ആകെ 16 അധ്യായങ്ങളുണ്ട്. അതിലെ 7-ാം അധ്യായമായ ഏരിയ കമ്മിറ്റി എന്ന അധ്യായത്തിലാണ് ടി മധുസൂദനെതിരെ വി കുഞ്ഞികൃഷ്ണൻ അതിരൂക്ഷമായ വിമർശനങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിൽ എങ്ങനെയാണ് പയ്യന്നൂരിലെ പാർട്ടിയിൽ വിഭാഗീയത ഉടലെടുത്തത് എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. പയ്യന്നൂർ എന്നത് CPM-നെ സംബന്ധിച്ച് കേരളത്തിലെ തന്നെ ഏറ്റവും സംഘടനാ സംവിധാനമുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഈ രീതിയിൽ പാർട്ടിയെ പ്രശ്നത്തിലേക്ക് എത്തിച്ചത് ടി മധുസൂദനൻ ഏരിയ സെക്രട്ടറി ആയി വന്നത് മുതലാണ് എന്ന് കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുകയാണ്. അതായത് 2005-ലാണ് ടി മധുസൂദനൻ ഏരിയ സെക്രട്ടറി ആയി വരുന്നത്. പിന്നീട് 2017 വരെ തുടർന്നു. ഈ ഏരിയ സെക്രട്ടറി ആയി വന്നത് മുതൽ ടി മധുസൂദനൻ ശ്രമിച്ചത് ചില ഗ്രൂപ്പുകളെ പാർട്ടിക്കകത്ത് വളർത്താനാണ്. തന്റെ ഒപ്പം ചില ആശ്രിതരെ ഒപ്പം കൂട്ടി നടത്താൻ ടി മധുസൂദനൻ ശ്രമിച്ചു. പോകുന്നിടത്തൊക്കെ ഈ ആശ്രിതർ ഒപ്പമുണ്ടായിരുന്നു. താനാണ് പാർട്ടിയിലെ എല്ലാം എന്ന് വരുത്തി തീർക്കാൻ ഈ ആശ്രിതർ വഴി ടി മധുസൂദനൻ ശ്രമം നടത്തി എന്നുള്ളതാണ് വി കുഞ്ഞികൃഷ്ണന്റെ ആരോപണം. ഇത് പാർട്ടിക്കകത്ത് ഒരു വിഭാഗത്തെ ആശ്രിതരായും അസംതൃപ്തരായ മറ്റൊരു വിഭാഗത്തെയും സൃഷ്ടിച്ചു. അങ്ങനെയാണ് ഈ വിഭാഗീയ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം. അതായത് പാർട്ടിയിൽ ചെറു ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും ഈ സഹകരണ സ്ഥാപനങ്ങളിലൊക്കെ ആളുകൾക്ക് ജോലി ലഭിക്കുന്നത് താൻ വഴിയാണ്, അല്ലാതെ പാർട്ടി വഴിയല്ല എന്ന് വരുത്തി തീർക്കാനും ടി മധുസൂദനൻ ശ്രമിച്ചു എന്ന് വി കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുകയാണ്. പയ്യന്നൂരിലെ പാർട്ടിയെ തന്റെ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിച്ചു. മറ്റുള്ളവരാരും തനിക്ക് മീതെ വളരരുത് എന്നുള്ളൊരു ചിന്ത അത് പാർട്ടിക്കകത്ത് രൂപപ്പെടുത്താനും ടി മധുസൂദനൻ ശ്രമിച്ചു എന്ന് വി കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നുണ്ട്. കൂടാതെ ഈ വിഭാഗീയ പ്രശ്നങ്ങളുടെ ഒക്കെ തുടക്കം ഈ ടി മധുസൂദൻ ഈ നേതൃത്വത്തിലേക്ക് വന്നപ്പോഴായിരുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ, ഈ 30-ാം പേജിലാണ് ഗുരുതരമായ ചില ആരോപണങ്ങൾ കൂടി വി കുഞ്ഞികൃഷ്ണൻ നടത്തുന്നത്. അതിൽ അദ്ദേഹം ഒരു ബൂർഷ്വാ രാഷ്ട്രീയ നേതാവാണ് ടി മധുസൂദൻ എന്ന് പറയുന്നുണ്ട്. കൂടാതെ അദ്ദേഹം തുറന്നു പറയുന്ന മറ്റു ചില കാര്യങ്ങൾ എന്നുള്ളത് ഈ ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറിയായ പി സന്തോഷിനെ കുറിച്ചാണ്. എന്താണ് നിലവിലെ ഏരിയ സെക്രട്ടറിയായ പി സന്തോഷും ടി മധുസൂദനും തമ്മിലുള്ള ബന്ധമെന്ന് അദ്ദേഹം ചോദിക്കുന്നു. പുറമേ കാണുമ്പോൾ നല്ല ബന്ധമാണ് ഇരുവരും. പക്ഷേ ഇരുവരെയും അടുത്തറിയാവുന്നവർക്ക് അങ്ങനെയല്ല എന്നുള്ള കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ട്. നഗരസഭാ അധ്യക്ഷനായ സരിൻ ശശി, അതായത് DYFI ജില്ലാ സെക്രട്ടറിയാണ്, നിലവിൽ അദ്ദേഹം നഗരസഭാ അധ്യക്ഷനാണ്. ഈ സരിൻ ശശിയുമായും ടി മധുസൂദന്റെ ബന്ധം അത്ര നല്ലതല്ല എന്ന് ഈ പുസ്തകത്തിൽ വി കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട്. ഇരുവരുമായും, അതായത് പി സന്തോഷുമായും സരിൻ ശശിയുമായും സംസാരിക്കുകയാണ് എങ്കിൽ താൻ ഉന്നയിച്ച കാര്യങ്ങളെക്കുറിച്ച് നേതൃത്വത്തിന് കൂടുതൽ ബോധ്യം വരുമെന്നും ഈ അധ്യായത്തിൽ 30-ാം പേജിൽ വി കുഞ്ഞികൃഷ്ണൻ ഒരു ആരോപണമായി ഉന്നയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അരുൺകുമാർ, ഈ പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം താൻ നേതൃത്വത്തോട് പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും നേതൃത്വം ഈ ടി മധുസൂദനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പുലർത്തിയിരുന്നത്. അതിനാൽ തന്നെയാണ് കൂടുതൽ വെളിപ്പെടുത്തലിലേക്ക് താൻ കടന്നത് എന്നും വി കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട്.
കൂടാതെ തന്നെ ഈ ഒരു പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം അരുൺകുമാർ താൻ ഏരിയ കമ്മിറ്റിയിലേക്ക് വരുമ്പോഴാണ്. വി കുഞ്ഞികൃഷ്ണൻ ഏരിയ കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ താൻ ആദ്യം സഹകരണ സ്ഥാപനത്തിൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. അതിനുശേഷം അതിൽ നിന്ന് വിരമിച്ചപ്പോഴാണ് താൻ പാർട്ടി കാര്യങ്ങളിൽ സജീവമാകുന്നത്. അതിനുശേഷം കൃത്യമായി മുഖം നോക്കാതെ താൻ വിമർശനം ഉന്നയിക്കാറുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ടി.ഐ. മധുസൂദന് തന്നോട് ഈ വ്യക്തിപരമായ വിദ്വേഷം വന്നത് എന്നും അദ്ദേഹം പുസ്തകത്തിൽ ഏതായാലും സൂചിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ അതിരൂക്ഷമായ വിമർശനം ടി.ഐ. മധുസൂദനെതിരെയും ഒപ്പം തന്നെ മറ്റ് ജില്ലാ നേതൃത്വത്തിനെതിരെയും ഈ പുസ്തകത്തിലൂടെ കുഞ്ഞികൃഷ്ണൻ നടത്തുന്നുണ്ട്. കൂടാതെ ജില്ലാ നേതൃത്വമാണ്, പാർട്ടിയുടെ മുതിർന്ന നേതാക്കളാണ് ടി.ഐ. മധുസൂദനെ ഈ രീതിയിൽ സംരക്ഷിച്ചത് എന്നുള്ള ഗുരുതരമായ ആക്ഷേപവും പുസ്തകത്തിന്റെ തുടക്ക ഭാഗത്ത് കുഞ്ഞികൃഷ്ണൻ പറയുന്നുണ്ട്. കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങളിലൂടെ നമ്മളിലൂടെയൊക്കെ നടത്തിയ വെളിപ്പെടുത്തലിനും അപ്പുറത്ത് എന്തെങ്കിലും ഞെട്ടിക്കുന്ന ബോംബ് ഈ പുസ്തകത്തിലുണ്ടോ? അരുൺകുമാർ, ഞെട്ടിക്കുന്ന ബോംബ് എന്നുള്ളത് ഈ കാര്യങ്ങളൊക്കെ, അതായത് എങ്ങനെയാണ് പാർട്ടിയിൽ വിഭാഗീയത ഉടലെടുത്തത്, ഒപ്പം തന്നെ ഈ ധനരാജ് രക്തസാക്ഷി ഫണ്ട്, കൂടാതെ കെട്ടിട നിർമ്മാണ ഫണ്ട്, തെരഞ്ഞെടുപ്പ് ഫണ്ട്, ഇതുമായി ബന്ധപ്പെട്ട വിശദമായ കണക്കുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. അരുൺകുമാർ, ഒരുപക്ഷെ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം അത് വെളിപ്പെടുത്തിയിരുന്നില്ല. ഒരു പുസ്തകമായി ആദ്യം അത് പുറത്തിറങ്ങിയിരുന്നുവെങ്കിൽ അതൊരു ബോംബായി അനുഭവപ്പെട്ടേനെ. നിലവിലേതായാലും ഈ പുസ്തകത്തിൽ കൃത്യമായ കണക്കുകൾ അദ്ദേഹം നിരത്തിയിട്ടുണ്ട്. എന്താണ് പാർട്ടിയിൽ ആദ്യം ഉയർന്ന കണക്ക്, 2017 അവതരിപ്പിക്കപ്പെട്ട കണക്കെന്ത്, അതിനുശേഷം നമ്മുടെ കയ്യിൽ കിട്ടിയ ഈ പുസ്തകത്തിൽ. കാര്യം അദ്ദേഹം പറയുന്നത് ചില എഡിറ്റിംഗ് കൂടി വരുത്തുമെന്നാണ് പറയുന്നത്. ടി. മധുസൂദനൻ നമ്മളുടെ ചാനലിലൂടെ നടത്തിയ ചില പ്രധാനപ്പെട്ട പ്രതികരണങ്ങളുണ്ട്. അതിനുള്ള മറുപടി കൂടി അദ്ദേഹം നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ട ഈ പുസ്തകത്തിൽ, ഇതുവരെയുള്ള പതിപ്പിൽ അല്ലെങ്കിൽ ഇതുവരെയുള്ള അച്ചടിയിൽ നമ്മൾ കണ്ടതിൽ ആ രീതിയിലുള്ള ബോംബുകളൊന്നും ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കണക്കുകൾ പറഞ്ഞു, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കും അപ്പുറം അതിനെ വിശദീകരിക്കാൻ വേണ്ടിയിട്ട് കണക്കുകൾ ഉപയോഗിച്ചു എന്നതിനും അപ്പുറത്തേക്കൊന്നുമില്ല. അങ്ങനെയാണോ? അരുൺ, കണക്കുകൾ തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ കവിഞ്ഞ് തെളിവുകൾ ഒരു ഫോട്ടോകളായോ അങ്ങനെയൊന്നും നമ്മുടെ ശ്രദ്ധയിൽ, ആ പുസ്തകം നമ്മുടെ കൈവശമുണ്ട് പൂർണ്ണമായും, അതിൽ നമ്മൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കണക്കുകൾ കൃത്യമായി അദ്ദേഹം ഇതിൽ ഓഡിറ്റ് നടത്തിയത് അദ്ദേഹമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട്. ഒപ്പം തന്നെ മറ്റ് 2 കണക്കുകൾ അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹത്തിന് ഈ കണക്കുകളെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ഈ ടി. മധുസൂദനന്റെ സ്വത്ത് സംബന്ധിച്ച് എന്തെങ്കിലും തെളിവുകൾ വിടുന്നുണ്ടോ? ടി. മധുസൂദനൻ പണം എവിടെയെങ്കിലും നിക്ഷേപിച്ചതായിട്ടോ ടി. മധുസൂദനൻ ഈ പണം കൊണ്ടുപോയത് സംബന്ധിച്ചോ എന്തെങ്കിലും തെളിവുകൾ ഈ പുസ്തകത്തിൽ തരുന്നുണ്ടോ? അരുൺ, തെളിവുകൾ എന്നുള്ളത് അദ്ദേഹം എഴുതി കാണിക്കുന്ന തെളിവുകൾക്കപ്പുറം മറ്റ് തെളിവുകൾ ഈ പുസ്തകത്തിൽ നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നില്ല. നമ്മൾക്കതിൻ്റെ നിലവിലെ രൂപം നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അത് ഫെബ്രുവരി 4-നാണ് പുറത്തിറങ്ങുക. അപ്പോൾ ഇനി അതിലൊരു കൂട്ടിച്ചേർക്കലുകൾക്കൊന്നും സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ നമ്മുടെ കൈവശം ലഭിച്ചിരിക്കുന്ന ഈ കോപ്പി അനുസരിച്ച് അതിൽ ആ രീതിയിലുള്ള തെളിവുകളില്ല. പക്ഷേ അപ്പോഴും ചില റിയൽ എസ്റ്റേറ്റുകാരുമായുള്ള ടി.ഐ. മധുസൂദന്റെ ബന്ധത്തെക്കുറിച്ചൊക്കെ ഈ പുസ്തകത്തിൽ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇന്നയാളുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ട്, അത് താൻ പാർട്ടിക്ക് മുന്നിലേക്ക് വച്ചിരുന്നു, ഇന്നതൊക്കെയാണ് ബന്ധങ്ങൾ എന്നുള്ളത് അദ്ദേഹം അതിൽ കൃത്യമായി തന്നെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ കവിഞ്ഞ ഏതെങ്കിലും രീതിയിലുള്ള ഫോട്ടോ ഉൾപ്പെടെയുള്ള തെളിവുകൾ അല്ലെങ്കിൽ രേഖകൾ ഉൾപ്പെടെയുള്ള തെളിവുകളൊന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു പുസ്തകത്തിന്റെ കോപ്പിയിൽ നമുക്ക് അങ്ങനെയൊന്നും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അരുൺകുമാർ, നിലവിൽ താങ്ക് യു അഭിജിത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ടി. മധുസൂദനെതിരെയുള്ള ആരോപണങ്ങളും ആ ആരോപണങ്ങൾക്കുള്ള കണക്കുകളുമാണ് പുസ്തകത്തിലുള്ളത്. മറ്റ് തെളിവുകളൊന്നും തന്നെ ആ പുസ്തകത്തിന് കോപ്പിയില്ല. പുസ്തകത്തിന്റെ പൂർണ്ണരൂപം അതിന് ഡിജിറ്റൽ ഫോം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളത് പുറത്തുവിടുന്നില്ല. കാരണം അത് തീർച്ചയായിട്ടും കുഞ്ഞികൃഷ്ണൻ അവകാശപ്പെട്ടതാണ്. അദ്ദേഹമാണത് പബ്ലിഷ് ചെയ്യേണ്ടത്. അതിന് കോപ്പിറൈറ്റ് ഇഷ്യൂകളുണ്ട് എന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. മാത്രമല്ല അങ്ങനെ ചെയ്യാനും പാടില്ല. പക്ഷേ ആ പുസ്തകത്തിൻ്റെ കണ്ടന്റിൽ കൂടുതൽ തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിച്ചത്. മറ്റെന്തെങ്കിലും ബോംബ്, പക്ഷേ കാര്യമായി ബോംബ് എന്ന നിലയിൽ പറയാവുന്ന കാര്യങ്ങളൊന്നും തന്നെയില്ല. ഇപ്പോൾ ഈ മധുസൂദനെതിരെയുള്ള ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഏരിയ കമ്മിറ്റി എന്ന അധ്യായത്തിൽ എന്നുള്ളതാണ് അഭിജിത്ത് മുഴക്കുന്ന് ഇപ്പോൾ പങ്കുവച്ചത്. പുസ്തകത്തിൻ്റെ പൂർണ്ണരൂപം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ടി. മധുസൂദനെതിരെയുള്ള വ്യക്തമായ തെളിവുകളുടെ ഫോട്ടോയോ മറ്റു രേഖകളോ പുസ്തകത്തിൽ ഇപ്പോൾ ഇല്ല.